ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ബഹുമാന്യ ദൈവകുഞ്ഞുങ്ങളെയും കർത്താവിന്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ആരാധനയുടെ സ്തോത്രപുഷ്പങ്ങൾ അത്യാദരവോടെ അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്കൊരുമിച്ച് ദൈവശബ്ദത്തിനായി കാതോർക്കാം. കർത്താവ് ഇന്ന് പുലരിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ സുവിശേഷമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം, അതിന്റെ 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങളാണ്. ശ്രദ്ധിക്കൂ, സമവീക്ഷണ സുവിശേഷങ്ങൾ 3-ലും ഈ സംഭവം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സുവിശേഷകനെ ലൂക്കോസ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 5:19, ലൂക്കോസ് 5:19, പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടു ചെല്ലാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓടുനീക്കി അവനെ കിടക്കയോടെ യേശുവിന്റെ മുൻപിൽ ഇറക്കി വെച്ചു. വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി, വഴി കാണാഞ്ഞിട്ട്. ഈ വാക്ക് ലൂക്കോസ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കണേ, അവരെ അലട്ടുന്ന ഭാരം ക്രിസ്തുവിന്റെ മുൻപിൽ ഇറക്കി വെക്കാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി. വഴി കാണാതെ നിൽക്കുന്ന 4 സഹോദരങ്ങൾ. പ്രിയരെ, ഇവരും വഴി കാണാതെ വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വീടിന്റെ ഉള്ളിലിരിക്കുന്ന യേശു വഴി കാണാതെ നിൽക്കുന്ന ഇവരെ കണ്ടു. ആമേൻ. 20-ാം വാക്യം പറയുന്നത് അവരുടെ വിശ്വാസം കണ്ടു. കുഞ്ഞേ, നിന്റെ മുമ്പിൽ എല്ലാ വഴികളും അടയപ്പെട്ടിരുന്നാലും സാരമില്ല കേട്ടോ. ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, ക്രിസ്തുവിനുള്ള വിശ്വാസമുണ്ടെങ്കിൽ സ്വർഗം പുതുവഴി തുറക്കും. അവൻ മക്കളെ, മറ്റുള്ളവർക്ക് സമൃദ്ധിയായിട്ടുള്ള പലതും നിനക്കില്ലായിരിക്കാം. എന്നാൽ കർത്താവ് നിന്റെ ഹൃദയത്തിൽ വിശ്വാസം കണ്ടെത്തിയാൽ മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ ദൈവം നിന്നെ മാനിക്കും. ആമേൻ. സഹോദര, നിന്റെ കയ്യിൽ പണമില്ലായിരിക്കാം, സ്വാധീനമില്ലായിരിക്കാം, സഹോദരി, ബന്ധുബലമില്ലായിരിക്കാം, ലോകമക്കൾക്കുള്ള പലതും നിനക്കില്ലായിരിക്കാം. സാരമില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം താങ്കളെ അതിശയ വിഷയമാക്കി മാറ്റും. ശ്രദ്ധിക്കൂ, ഇവരുടെ ആഗ്രഹം വളരെ നല്ലതാണ്. എന്താ ആഗ്രഹം? കർത്താവിന്റെ മുൻപിൽ ഒരുവനെ എത്തിക്കണം, ഒരു രോഗിയെ ക്രിസ്തുവിന്റെ മുൻപിൽ എത്തിക്കണം, ഒരുത്തനെ രക്ഷകന്റെ മുമ്പിൽ എത്തിക്കണം. ആഗ്രഹം നല്ലതാ, പക്ഷേ വഴി കാണാതെ 4 പേർ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇപ്പോൾ ഒരു പക്ഷേ നിന്റെ മുമ്പിൽ വഴി കാണുന്നില്ലെങ്കിലും കുഞ്ഞേ, നിന്റെ ഹൃദയത്തിലുള്ള വിശ്വാസം ദൈവം കാണുന്നു. ആർക്കും തുറന്നു തരാൻ കഴിയാത്ത വഴി, ആരും ചിന്തിക്കാത്ത വഴി, ആരും കടന്നിട്ടില്ലാത്ത വഴി, ആരും എതിർക്കാൻ വരാത്ത വഴി ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കർത്താവിന് നന്ദി പറയണം. യേശു അവരുടെ വിശ്വാസം കണ്ടു, ഹൃദയത്തിലെ ആഗ്രഹം കണ്ടു. തുടർന്ന് നടന്ന കാര്യങ്ങൾ ദൈവകുഞ്ഞുങ്ങൾക്കറിയാം. പക്ഷെ ഒന്ന് ചിന്തിക്കൂ, സാമാന്യ ബുദ്ധിയുള്ള ആരും ചിന്തിക്കാത്ത കാര്യമാണ് ഇവർ ചെയ്തത്. എന്താ ചെയ്തത്? പ്രാർത്ഥന നടക്കുന്ന വീടിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നു. സ്തോത്രം. അങ്ങനെ ചെയ്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ വലുതായിരിക്കില്ലേ? വീടിന്റെ ഉടമസ്ഥൻ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോലും തന്റെ വീട് പൊളിച്ചാൽ പ്രതികരിക്കാതിരിക്കുമോ? ഒരുത്തന്റെ വീട് പൊളിക്കുന്നത് കണ്ടാൽ ചുറ്റുമുള്ള നാട്ടുകാരടങ്ങിയിരിക്കുമോ? അവര് പ്രതികരിക്കത്തില്ലേ? ഭവിഷ്യത്ത് ഭയങ്കരമാണ്. എന്നിട്ടും അങ്ങനെ ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? ഉത്തരം, അവരുടെ മനസ്സിലെ വിശ്വാസവും ഹൃദയത്തിലെ ആഗ്രഹവും ബോധ്യപ്പെട്ട കർത്താവ് വിശ്വാസമുള്ളവന്റെ ഹൃദയത്തിൽ കൊടുത്ത ധൈര്യം ഈ കാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി. അതേ മക്കളെ, ദൈവം നിന്റെ ഹൃദയത്തിൽ ധൈര്യം നൽകിയാൽ പിന്നെ ഭവിഷ്യത്തുകളെ ഭയപ്പെടാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വാസമുള്ളവന്റെ മനസ്സിലാണ് മുന്നോട്ട് പോകാനുള്ള ഈ വഴി ദൈവം കാണിച്ചു കൊടുത്തത്. ഞാനത് ഊന്നി പറയട്ടെ, വിശ്വാസമുള്ളവന്റെ മനസ്സിലാണ് മുന്നോട്ട് പോകാനുള്ള ഈ വഴി ദൈവം കാണിച്ചു കൊടുത്തത്. ആ വഴി വെട്ടിത്തുറക്കാനുള്ള ധൈര്യവും കർത്താവ് അവരുടെ ഹൃദയത്തിൽ കൊടുത്തു. ഹല്ലേലൂയ. വഴി അടഞ്ഞവന്റെ മനസ്സിൽ ദൈവം വഴി തുറന്നു. മനസ്സിൽ തുറന്ന വഴി അവർ പ്രവൃത്തി കൊണ്ട് വെട്ടിത്തുറന്നു. സ്തോത്രം. ഒരു മനുഷ്യനും ചിന്തിക്കാത്ത വഴി വിശ്വാസമുള്ളവന് വേണ്ടി ദൈവം തുറന്നു കൊടുത്തു. അതാ ഈ വഴിയുടെ 1-ാമത്തെ പ്രത്യേകത. ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത വഴി. ദൈവത്തിന് മഹത്വം. മുന്നോട്ടു പോകാൻ വഴി കാണാതെ നിൽക്കുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുമ്പോൾ, തലമുറയുടെ കാര്യത്തിൽ വഴി കാണാതെ നിൽക്കുമ്പോൾ, ശുശ്രൂഷയുടെ ഉന്നമനത്തിനായി വഴി കാണാതെ നിൽക്കുമ്പോൾ, ഒരുത്തനും ചിന്തിക്കാത്ത വഴി തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. മക്കളെ, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കൂ. എന്തു ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, വഴിയൊന്നും കാണാതെ നിന്നവർ ഇന്ന് പുലരിയിൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. കുഞ്ഞെ, ഇന്ന് നിനക്ക് പറയാൻ കഴിയും, ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത പുതുവഴി തുറന്ന ദൈവം എന്നെ നടത്തിയത്, ഇന്നയോളം കൊണ്ടുവന്നത്, അനുഗ്രഹത്തിന്റെ നന്മയുടെ പുതുവഴി തുറന്നു തന്ന് ഒരിക്കൽ നിന്നെ മാനിച്ച കർത്താവ് മക്കളെ ഇന്നും നിനക്ക് വേണ്ടി പുതുവഴി തുറന്നു തരുവാൻ പ്രാപ്തനത്ര.
വഴിയത്രേ. ഹല്ലേലൂയ. വഴി കാണാതെ നിന്നവർക്ക് വേണ്ടി സ്വർഗം തുറന്ന വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകത ആരുടെയും മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത വഴി എന്നുള്ളതായിരുന്നു. സ്തോത്രം. ശ്രദ്ധിക്കൂ, ഈ വീട്ടിലേക്ക് വരാൻ എല്ലാവരും കാണുന്ന വഴിയുണ്ട്, വീടിനുള്ളിലേക്ക് കയറാനും ഇറങ്ങാനും എല്ലാവരും കാണുന്ന വഴിയുണ്ട്. എന്നാൽ വിശ്വാസമുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെട്ട വഴി ആരും കണ്ടിട്ടില്ലാത്ത വഴിയാണ്, ആരും കടന്നിട്ടില്ലാത്ത വഴിയാണ്, ആരും ചിന്തിച്ചിട്ടില്ലാത്ത വഴിയാണ്. വഴി കാണാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, മറ്റാരും കണ്ടിട്ടില്ലാത്ത വഴി സ്വർഗം നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാതിരിക്കാൻ ദാര്യാവേശ് രാജാവ് കിണഞ്ഞു പരിശ്രമിച്ചു. എല്ലാ വഴിയും നോക്കി. ഭക്തനെ രക്ഷിക്കാൻ രാജാവ് നോക്കിയിട്ടും വഴിയൊന്നും കണ്ടില്ല. കാരണം പ്രഭുക്കന്മാർ ദൈവപൈതലിനെതിരാണ്. ദേശത്തിന്റെ അധികാരികൾ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്നതിനെതിരായി നിൽക്കുന്നു. രാജാവ് നോക്കിയിട്ടും ഭക്തനെ രക്ഷിക്കാൻ വഴിയൊന്നും കണ്ടില്ല. ദാനിയേൽ 6:14 നോക്കൂ. സൂര്യൻ അസ്തമിക്കുവോളം രാജാവ് പരിശ്രമിച്ചിട്ടും സാധിച്ചില്ല, വഴിയൊന്നും കണ്ടില്ല. എന്നാൽ മക്കളെ, ഭക്തനെ രക്ഷിക്കാൻ രാജാവ് വഴി കണ്ടില്ലെങ്കിലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ദൈവം വഴി കണ്ടു. ഒരുത്തന്റെയും മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത വഴി എന്റെ ദൈവം കണ്ടു. എന്താ ദൈവം കണ്ട വഴി? കടിച്ചു കീറുന്ന സിംഹങ്ങളുടെ വായടയ്ക്കുക എന്നതായിരുന്നു ദൈവം കണ്ട വഴി. ശ്രദ്ധിക്കണേ, സിംഹങ്ങളുടെ കണ്ണടച്ചില്ല. ദേഹപുഷ്ടിയുള്ള ദാനിയേൽ അടുത്തു വന്ന് വീണത് സിംഹങ്ങൾ കണ്ടതാ. സ്തോത്രം. ദൈവം സിംഹത്തിന്റെ മൂക്കുമടച്ചില്ല. മനുഷ്യമാംസത്തിന്റെ ഗന്ധം അതിന്റെ നാസാരന്തരങ്ങളിൽ തുളച്ചു കയറുന്നുണ്ട്. വിശന്ന് കിടക്കുന്ന സിംഹത്തിന്റെ മുമ്പിൽ വീണ ദാനിയേലിന്റെ മാംസപുഷ്ടിയുള്ള ശരീരം സിംഹങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാ. മനുഷ്യമാംസത്തിന്റെ ഗന്ധം സിംഹങ്ങളുടെ മൂക്കിലടിച്ചു കയറുന്നുണ്ട്. പക്ഷേ വാപൊളിക്കാൻ പറ്റുന്നില്ല. സ്വർഗത്തിലെ ദൈവം തന്റെ കുഞ്ഞിനെ പരിപാലിച്ച വിധം കണ്ടോ? ദുഷ്ടനെയും പകയനെയും മിണ്ടാതാക്കിക്കൊണ്ട് വായടപ്പിച്ചുകൊണ്ട് തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഇന്നും ജീവിക്കുകയാ. പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായി, അവർക്ക് പ്രതീക്ഷിക്കാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, നനച്ചിട്ടില്ലാത്ത വഴി തുറന്നു കൊടുക്കാനായി എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ശത്രുക്കളുടെ കൺമുൻപിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന ദൈവം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആലോചന ഏറ്റെടുക്കുന്ന ജീവിതമേ, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ശത്രുക്കളുടെ മുൻപിൽ നീ നന്മ അനുഭവിക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കാൻ പോകുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. വിശ്വാസം മാത്രം കൈമുതലാക്കി വഴി കാണാതെ നിന്ന ഇവർക്ക് ദൈവം മറ്റാരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വഴി തുറന്നു കൊടുത്തു. ശ്രദ്ധിക്കണം, വഴി കാണാതെ വന്നപ്പോൾ അവർ യേശു ഉള്ളിടത്തൊന്നും വഴി മാറിപ്പോയില്ല, മറ്റു വഴി തേടിപ്പോയില്ല, മന്ത്രവാദിയെ തേടിപ്പോയില്ല, പുണ്യസ്ഥലങ്ങൾ തേടിപ്പോയില്ല, പുണ്യവാളന്മാരെ തേടിപ്പോയില്ല, മധ്യസ്ഥരെ തേടിപ്പോയില്ല, ആൾ ദൈവങ്ങളെ തേടിപ്പോയില്ല. വിശ്വാസത്തോടെ ദൈവപുത്രനിരിക്കുന്ന വീടിന്റെ മുമ്പിൽ തന്നെ നിന്നു. പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ അന്യദൈവത്തെ തേടിപ്പോകുന്ന ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ വിശ്വാസമുള്ളവർ കർത്താവ് വഴി തുറക്കുന്നതുവരെ, ദൈവം നിശ്ചയിച്ച വഴി വെളിപ്പെടുന്നതുവരെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തു നിൽക്കും. അവൻ ചെങ്കടലിന്റെ മുൻപിൽ വഴിയടഞ്ഞവരായി ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നില്ലേ മോശയും കൂട്ടരും? വേറെ വഴി തേടിപ്പോയില്ലല്ലോ. കൂടെ നിന്നവരെല്ലാം എതിരായിട്ടും ഹോരേബിൽ ദൈവത്തിന്റെ അഗ്നി കണ്ടവൻ വിശ്വാസത്തോടെ ഉറച്ചു നിന്നു. ഒരുത്തന്റെയും മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത വഴി സ്വർഗത്തിലെ ദൈവം ചെങ്കടലിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ മുമ്പിൽ വഴി മാറിപ്പോകാതെ വിശ്വാസത്തോടെ പിടിച്ചു നിന്നിട്ടുള്ളവർക്കെല്ലാം അവിടെ തന്നെ വഴി തുറന്നു കൊടുത്തിട്ടുള്ള ദൈവം, മക്കളെ, നിനക്ക് വേണ്ടി വഴി തുറന്നു തരാൻ ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ആലോചനയാ. ദൈവങ്ങൾ ഏറ്റെടുക്കണം. ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. കനാവിലെ കല്യാണ വീട്ടിലേക്ക് നോക്കൂ. വിധി തീർന്നല്ലോ, അവിടെ തന്നെ കർത്താവ് വഴി തുറന്നു കൊടുത്തില്ലേ? എന്താ അങ്ങനെ പറയാൻ കാരണം? ആ വീട്ടിലെ കിണറ്റിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് തന്നെ കർത്താവ് അവരുടെ പ്രശ്നം തീർത്തുകൊടുത്തു. നിന്ന മാറ്റാൻ, അപമാനം മാറ്റാൻ ദൈവപുത്രൻ വഴി തുറന്നു കൊടുത്തു. സ്തോത്രം. അഭിഷിക്ത ദൈവദാസനെ, ഒരു ചുവട് പോലും മുന്നേറാൻ കഴിയാതെ വഴിയടഞ്ഞതുപോലെ നിൽക്കുകയാണോ? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്ക്. താങ്കളായിരിക്കുന്ന ഇടത്തു തന്നെ, ആ ദേശത്തു തന്നെ കർത്താവ് അഭിഷിക്തനെ താങ്കൾക്ക് വേണ്ടി വഴി തുറന്നു തരും. ഒരുത്തന്റെയും മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത വഴി അഭിഷിക്തനെ സ്വർഗത്തിലെ ദൈവം നിനക്കു വേണ്ടി തുറന്നു തരും. ക്രിസ്തുവിനുള്ള വിശ്വാസം മാത്രം കൈമുതലായ ഈ 4 പേർ
ഒരു പക്ഷപാതക്കാരനെയും ചുമന്നുകൊണ്ട് കുറേ നേരമായി വീടിന് വെളിയിൽ നിൽക്കുകയാ. ഒരുത്തൻ പോലും വഴിയൊഴിഞ്ഞു കൊടുത്തില്ല. കുഞ്ഞെ, ആരെല്ലാം നിന്റെ മുമ്പിൽ വഴി അടച്ചിട്ടുണ്ടോ, വഴി തുറക്കാൻ അനുവദിക്കാതെ നിന്നിട്ടുണ്ടോ, അവരുടെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. യേശുവിന്റെ നാമത്തിൽ വഴി അടച്ചവരുടെ മുൻപിൽ, വഴി അടപ്പിച്ചവരുടെ മുൻപിൽ, വഴി അടഞ്ഞു നിന്നവരുടെ മുൻപിൽ കുഞ്ഞെ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഈ വീട്ടിലെ ശുശ്രൂഷ കഴിഞ്ഞ് കർത്താവ് അന്ന് തന്നെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്ന വിഷയത്തിന് പരിഹാരം ഇന്നു തന്നെ കിട്ടണം, ഇന്നു തന്നെ കിട്ടണം. കാലം എത്ര കഴിഞ്ഞാലും കർത്താവിനെ വിടുവിക്കാൻ കഴിയും, ശരിയാ. പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന 4 പേരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയാണ്, ഇന്നു തന്നെ ഈ വിഷയത്തിന് വിടുതൽ വേണം. ഈ മീറ്റിംഗ് തീരുന്നതിന് മുൻപ് ഞാൻ കൊണ്ടുവന്ന വിഷയത്തിന് വിടുതൽ വേണം. ഞാൻ ചുമന്നുകൊണ്ടുവന്ന ഭാരം യേശുവിന്റെ മുമ്പിൽ എത്തിക്കണം. സ്തോത്രം. വിശ്വാസം കൈമുതലായുള്ളവർക്ക് സ്വർഗത്തിലെ ദൈവം അന്നു തന്നെ വഴി തുറന്നു കൊടുത്തു. അവിടെ തന്നെ ദൈവം വഴി തുറന്നു കൊടുത്തു. വിശ്വാസം മുറുകെ പിടിച്ചിട്ടുണ്ടോ മക്കളെ? നിനക്ക് വേണ്ടുന്ന വിടുതൽ ഇന്നു തന്നെ ഒരുക്കിത്തരാൻ ദൈവം മതിയായവൻ. നെഹമ്യാവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. 1:11 നോക്കൂ. നെഹമ്യാവ് 1:11. നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഇന്നു തന്നെ അടിയന് കാര്യം സാധിപ്പിച്ചു തരണം. യെരൂശലേം തകർന്നു കിടക്കുകയാ, മതില് ഇടിഞ്ഞു കിടക്കുകയാ. ഈ ദയനീയാവസ്ഥ മനസ്സിലാക്കിയ ദൈവവൈതലിന് പിന്നാകട്ടെന്ന് പറയാൻ കഴിയത്തില്ല. ഇന്ന് തന്നെ അടിയന് കാര്യം സാധിച്ചു തരണം. ദൈവകുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന അപമാനം ഇനി സഹിക്കാൻ പറ്റത്തില്ല. ഇന്നു തന്നെ മാറ്റിത്തരണം. അന്നു തന്നെ നെഹമ്യാവിന്റെ വിഷയത്തിന് രാജാവ് തീർപ്പ് കൽപ്പിച്ചു. രൂത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഒരു രാത്രി മുഴുവനോൾ വീണ്ടെടുപ്പുകാരനായ ബോവസിന്റെ കാൽക്കൽ വീണു കിടന്നു. കാൽക്കൽ സമയം ചെലവഴിച്ചു. പുലർച്ചെ അമ്മാവിയുടെ അടുക്കൽ മടങ്ങി വന്നു. നടന്നതെല്ലാം പറഞ്ഞു. അതിന് നവോമി കൊടുത്ത മറുപടി 3:18 രൂത്ത് 3:18. എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്നറിയുവോളം നീ അനങ്ങാതിരിക്കുക, നീ ഒന്ന് അനങ്ങാതിരിക്കുക. ഇന്ന് ശ്രദ്ധിക്കൂ, ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കത്തില്ല. വീണ്ടെടുപ്പുകാരൻ ഇന്ന് നിന്റെ കാര്യം തീർക്കും വരെ സ്വസ്ഥമായിരിക്കത്തില്ല. ഹല്ലേലൂയ. കുട്ടെ, ശ്രദ്ധിച്ചേ കുഞ്ഞെ, വീണ്ടെടുപ്പുകാരന്റെ കാൽക്കൽ വീണ് കിടന്ന് സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞ ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ തൊട്ട് പറയുക, ഇന്ന് നിന്റെ കാര്യം തീർക്കുന്നതുവരെ. കഴിഞ്ഞ രാത്രി കിടന്ന് കരഞ്ഞില്ലേ? നിന്നോടാ പറയുന്നത്, നിന്റെ കാര്യം തീർക്കുന്നതുവരെ ദൈവപുത്രൻ സ്വസ്ഥമായിരിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ കാര്യം തീർക്കാതെ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. ഇന്ന് ഈ കാര്യം തീർക്കും വരെ, ഈ കാര്യം പരിഹരിക്കും വരെ അവിടുന്ന് സ്വസ്ഥമായിരിക്കില്ല. ചില വ്യക്തികളെ തൊട്ട്, ഹൃദയ നുറുക്കത്തോടിരിക്കുന്ന ചില വ്യക്തികളെ തൊട്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, കുഞ്ഞെ, നീ വിഷയം ഇറക്കി വെച്ചത് വീണ്ടെടുപ്പുകാരന്റെ കാൽക്കലാണെങ്കിൽ നിന്റെ കാര്യം തീർക്കുന്നത് വരെ അവൻ സ്വസ്ഥമായിരിക്കത്തില്ല. അന്നു തന്നെ റൂത്തിന്റെ വിഷയത്തിന് തീരുമാനമായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം, നീണ്ടുപോകാൻ പാടില്ല. ഉദാഹരണം, കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ നീണ്ടുപോകാൻ പറ്റത്തില്ല, കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടണം. തലമുറയ്ക്ക് വേണ്ടി തുറക്കപ്പെടേണ്ട വാതിൽ നീണ്ടുപോകാൻ പാടില്ല, തുറക്കേണ്ട സമയത്ത് തന്നെ തുറക്കണം. കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. വിശ്വാസം കൈമുതലായിട്ടുണ്ടോ? ആവശ്യമുള്ള സമയത്തു തന്നെ ദൈവം വഴി തുറക്കും. ആമേൻ. അന്നു തന്നെ ആ 4 പേർക്ക് വേണ്ടി ദൈവം വഴി തുറന്നു കൊടുത്തു. അവിടുത്തെ മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസം കൈമുതലായുള്ളവർക്ക് വേണ്ടി ദൈവം വഴി തുറന്നു കൊടുത്തു. എന്തൊക്കെ തടസ്സം വന്നാലും, ആരൊക്കെ തടസ്സം സൃഷ്ടിച്ചാലും, നിനക്കും വഴി തുറക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുന്ന ജീവിതമേ സ്വർഗം വഴി തുറന്നു തരും. പേര് ശ്രദ്ധിക്കണേ, ദൈവർക്ക് വേണ്ടി തുറന്ന വഴിയുടെ മറ്റൊരു പ്രത്യേകത പറയാം. ഇത് മറ്റാരുടെയും സഹായമില്ലാതെ തുറക്കപ്പെട്ട വഴിയാണ്. ഇവരെ സഹായിക്കാൻ ആരും വീടിന്റെ മുകളിൽ കയറിയില്ല. പക്ഷപാത രോഗിയെ വീടിന്റെ മുകളിലേക്ക് കയറ്റാൻ ആരും സഹായിച്ചില്ല. ഞങ്ങളൂടെ കൂടാമെന്ന് പറയാൻ ഒരുത്തനും തയ്യാറായില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവവൈതലേ, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന വഴി ഒരു മനുഷ്യന്റെയും ഔദാര്യം കൊണ്ട് കിട്ടുന്നതല്ല. നിനക്ക് മുൻപിൽ തുറക്കപ്പെടേണ്ട വഴി നിന്നെ കൊണ്ട് തന്നെ ദൈവം വെട്ടി തുറക്കുമാറാക്കും. ഞങ്ങളൂടെ കൈത്താങ്ങ് തന്നതുകൊണ്ടാണ് ഈ നിലയിൽ എത്തിയതെന്ന് ഒരുത്തനും പറയത്തില്ല. നിനക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നിന്റെ കൈകൊണ്ട് തന്നെ തെളിച്ചെടുക്കാൻ കർത്താവ് കരുത്തു പകരും. ആരുടെയും സഹായമില്ലാതെ തന്നെ നിനക്കുള്ള വഴി തുറക്കപ്പെടും. ആമേൻ. നെഹമ്യാവിന്റെ കാലത്ത് മതിലുപണി നടക്കുകയാ. തിരുവചനം പറയുന്നു, നെഹമ്യാവ് 3:5, അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ശ്രേഷ്ഠന്മാർ ചുമൽ കൊടുത്തില്ല.
ചുമല് കൊടുക്കേണ്ടവർ ചുമല് കൊടുക്കാതിരിക്കുന്നു. സഹായിക്കാൻ കഴിവുള്ളവർ, സഹായിക്കാൻ ബാധ്യസ്ഥരായവർ സഹായിക്കാതെ കുറ്റം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു. ഒഴിഞ്ഞു മാറി നിന്ന ശ്രേഷ്ഠന്മാരുടെ ആരുടെയും സഹായമില്ലാതെ ദൈവമേൽപ്പിച്ച പണി പൂർത്തിയാക്കാൻ നെഹമ്യാവിന് കഴിഞ്ഞു. എങ്ങനെ സാധിച്ചു? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ജീവിക്കുന്നതുകൊണ്ട് തനിക്കത് സാധിച്ചു. എസ്രായും കൂട്ടരും ബാബിലോണിൽ നിന്ന് മടങ്ങി വരികയാ. വെറും കൈയോടല്ല കേട്ടോ. യെരൂശലേം ദൈവാലയത്തിൽ നിന്ന് 70 വർഷം മുമ്പ് അപഹരിച്ചു കൊണ്ടുപോയി നന്മയെല്ലാം തിരികെ കൊണ്ടുവരികയാ. പൊൻപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും എണ്ണി തൂക്കി തിട്ടപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന്റെ കയ്യിൽ രാജാവ് തിരിച്ചേൽപ്പിച്ചു. എസ്ര ആവശ്യപ്പെട്ടതുകൊണ്ടല്ല, അപേക്ഷിച്ചതുകൊണ്ട് കൊടുത്തതല്ല. ദൈവത്തിന്റെ കരം തന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് രാജാവിന്റെ ഹൃദയത്തിൽ തോന്നിയതാ. ബാബിലോണിൽ നിന്ന് ഇസ്രയേലിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ ചെറിയ ദൂരമല്ല. ഇറാഖിൽ നിന്ന് ഇസ്രയേലിലേക്ക് എത്തണം. അപകടം പതിയിരിക്കുന്ന വഴിയിലൂടെ വേണം യാത്ര ചെയ്യാൻ. കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, അക്രമി സംഗമങ്ങളുണ്ട്. അതേ, വിലമതിക്കാൻ കഴിയാത്ത സമ്പത്താ കയ്യിലുള്ളത്. ഈ സമ്പത്തിനെ സംരക്ഷിക്കാൻ പടയാളികൾ കൂടെ ഇല്ലതാനും. അതെന്താ കാര്യം? എസ്ര 8:22 ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. മനസ്സിലായോ? രാജാവിനോട് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് വഴിയിൽ പതിയിരിക്കുന്ന എല്ലാ പ്രതികൂലത്തിലും ദൈവം ഞങ്ങളെ രക്ഷിക്കും. സമ്പത്ത് കയ്യിൽ കിട്ടിയപ്പോഴും വിശ്വാസത്തിന് ഉലച്ചിൽ നേരിട്ടില്ല. വഴിയിൽ പതിയിരിക്കുന്ന അനർത്ഥങ്ങൾ നേരിടാൻ പട്ടാളത്തെ തരണമെന്ന് പറഞ്ഞ രാജാവ് ഉടനെ പട്ടാളത്തെ കൊടുക്കും. പക്ഷേ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് രാജാവിനോട് പടയാളികളെയും കുതിരയെയും ചോദിക്കാൻ ലജ്ജിച്ചു. വിശ്വാസത്തോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ യാത്ര പുറപ്പെട്ടു. ഒരു ദോഷവും പറ്റാതെ, ഒരു തടസ്സവും നേരിടാതെ എസ്ര എല്ലാ നന്മയും ആലയത്തിൽ കൊണ്ടുവന്നു ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. അതേ മക്കളെ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നെങ്കിൽ ആരുടെയും സഹായം ആവശ്യമല്ല. ദൈവം തന്നെ എത്തേണ്ടടുത്ത് നിന്നെ എത്തിക്കും. ഈ 4 പേർക്ക് ദൈവം തുറന്നുകൊടുത്ത വഴിയുടെ മറ്റൊരു പ്രത്യേകത ഒരുത്തനും ചോദ്യം ചെയ്യാനായില്ലെന്നുള്ളതാണ്. ഒരു വീട്ടിൽ യോഗം നടക്കുമ്പോൾ ആ വീടിന്റെ മുകളിൽ കയറി ഓട് പൊളിക്കാൻ ശ്രമിച്ചാൽ വീട്ടുകാരും നാട്ടുകാരും അടങ്ങിയിരിക്കുമോ? പക്ഷേ 4 പേർ ഈ മേൽപ്പുര പൊളിച്ചു തുറന്നിട്ടും ഒരുത്തനും ചോദ്യം ചെയ്തില്ല. കിടക്കയോടെ ഇറക്കി വെക്കാൻ വലിപ്പത്തിൽ മേൽപ്പുര പൊളിച്ചു തുറന്നു. ശ്രദ്ധിക്കണേ, കട്ടിലല്ല, കിടക്കയാണ്. കോട്ടെന്നല്ല, മാറ്റെന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഷീറ്റിൽ പൊതിഞ്ഞാണ് ഇവനെ എടുത്തുകൊണ്ടുവന്നത്. വിശ്വാസം കൈമുതലായുള്ള 4 സഹോദരങ്ങൾ വീടിന്റെ മേൽപ്പുര പൊളിച്ചു തുറന്നിട്ടും ആരും ചോദ്യം ചെയ്യാൻ തയ്യാറായില്ല. കുഞ്ഞേ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നാൽ ഒരുത്തനും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വഴിയായിരിക്കും. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്താ സംഭവിച്ചത് നമുക്കറിയാം. പുറപ്പാട് 11:7 ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ നേരെ ഒരു നായി പോലും നാവനക്കിയില്ല. 30 ലക്ഷം ജനങ്ങൾ അവരുടെ മൃഗങ്ങളും മൃഗവാഹനങ്ങളും കൂട്ടമായി തിടുക്കത്തിൽ പുറപ്പെടുമ്പോൾ അവരുടെ നേരെ കുരയ്ക്കാൻ ഒരു നായെ പോലും എന്റെ ദൈവം സമ്മതിച്ചില്ല. അതേ മക്കളെ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറന്നാൽ ഒരുത്തരും ചോദ്യം ചെയ്യത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിശ്വാസത്തിന് മുൻപിൽ ദൈവം തുറക്കുന്ന വഴി ആരും മനസ്സിൽ ചിന്തിച്ചിട്ടില്ലാത്ത വഴിയാണ്. ഒരുത്തന്റെയും സഹായമില്ലാതെ തുറക്കപ്പെടുന്ന വഴിയാണ്. വഴി കാണാതെ നിന്ന സ്ഥലത്ത് തന്നെ തുറക്കപ്പെടുന്ന വഴിയാണ്. ഒത്തിരി നാൾ കാത്തിരിക്കാതെ താമസം വിന തുറക്കപ്പെടുന്ന വഴിയാണ്. ഒരുത്തനും ചോദ്യം ചെയ്യാത്ത വഴിയാണ്. സ്തോത്രം. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ വഴിയടഞ്ഞു നിൽക്കുകയാണോ? ക്രിസ്തുവിലുള്ള വിശ്വാസം കുഞ്ഞെ കൈ മുതലായി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, ഒരു പാരമ്പര്യവും വേണ്ട, ഒരു ഡിഗ്രിയും ഇല്ലെങ്കിലും സാരമില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ടോ? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം നിന്നിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്വർഗം നിന്റെ മുൻപിൽ വഴി തുറക്കും യേശുവിന്റെ നാമത്തിൽ. മക്കളെ, യേശു ക്രിസ്തു സകലവും നിർവഹിക്കാൻ പ്രാപ്തനായ ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം കുഞ്ഞിനെക്കൊണ്ടോ? ആരാധനയ്ക്ക് യോഗ്യനാണ് ദൈവപുത്രനായ ക്രിസ്തുവെന്ന് വിശ്വാസമുണ്ടോ? ഈ വിശ്വാസം കൈമുതലായി ഉണ്ടെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. കർത്താവിന് മഹത്വം. പരിശുദ്ധാത്മ നൽകിയ ഈ സന്ദേശം എന്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. പ്രിയരെ, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കാം. 9072141834. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിനങ്ങളിൽ നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാം. അതുവരെ കൃപയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാം.